നമസ്കാരം സുഹൃത്തുക്കളെ, 10th പ്രിലിംസ് സ്റ്റഡി ചാലഞ്ചിൻ്റെ ഡേ 4 വീഡിയോ ആണിത്. എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കറണ്ട് അഫയേഴ്സ് വെച്ചിട്ടാണ്. അപ്പം PK ക്ലാസ്സസിൻ്റെ ഒരു ഫ്രീ കറണ്ട് അഫയേഴ്സ് കോഴ്സ് ഉണ്ട്, ടെലഗ്രാമിലുണ്ട്. ഞാനിതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ PKയുടെ ഡിഗ്രി ലെവൽ സെക്രട്ടറി അസിസ്റ്റൻറ്റിന് വേണ്ടിയുള്ള പെയ്ഡ് കോഴ്സും ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാവിലത്തെ ചെറിയൊരു കുക്കിംഗ് ആണ്, ഒരു എഗ് റോസ്റ്റൊക്കെ ഉണ്ടാക്കി, പുട്ടാണ്, പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫസ്റ്റ് സ്റ്റഡി സെഷനിലേക്ക് ഇരിക്കാനായിട്ട്. ഇന്ന് ഞാൻ പഠിക്കാൻ ഉദ്ദേശിച്ചത് കുറച്ച് ബയോളജിയിലെ പോർഷൻസും പിന്നെ കുറച്ച് ഹിസ്റ്ററിയുടെ പോർഷൻസുമാണ് പഠിക്കുന്നത്. ബയോളജിയുടെ പോർഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും പഞ്ചേന്ദ്രിയങ്ങളിനകത്തെ ചെവിയുടെ പോർഷൻ, പിന്നെ വൈറ്റമിൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വൈറ്റമിൻസ് കുറച്ചേ ഉള്ളൂ, പക്ഷേ അതിൽ നിന്നൊരു ചോദ്യങ്ങൾ എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ആ ഒരു ഏരിയ. പിന്നെ കലാപങ്ങൾ, ഹിസ്റ്ററിക്കകത്ത് നിന്ന് കലാപങ്ങളിനകത്തെ കുറച്ച് കലാപങ്ങൾ ഞാൻ നോക്കിയിരുന്നു. ബാക്കി കുറച്ച് കലാപം. അപ്പം LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഈയിടെ നടന്നൊക്കെ എടുത്ത് നോക്കിയാൽ കലാപങ്ങളിനകത്ത് നിന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫിസിക്സിനകത്ത് നിന്ന് വർക്കും ഹീറ്റുമാണ്. അപ്പം സയൻസ് ഞാൻ ഏകദേശമൊക്കെ നോക്കി, പക്ഷേ കെമിസ്ട്രിയാണ് കേട്ടോ കുറച്ചും കൂടി നോക്കാനുള്ളത്. ഫിസിക്സിൻ്റെ അത് ഞാൻ LDCക്ക് പഠിച്ച കുറേ നോട്ട്സ് എടുപ്പുണ്ട്, അതൊന്ന് റിവിഷൻ ചെയ്താൽ മതി. പിന്നെ ബയോളജിയും ആ സമയത്ത് ഞാൻ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് റിവൈസ് ചെയ്താൽ മതി. പക്ഷേ കെമിസ്ട്രി ആ സമയത്ത് നന്നായിട്ട് നോക്കിയിട്ടില്ലായിരുന്നു, അത് ഇപ്പോഴും പെൻഡിങ് ആയിട്ട് തന്നെ കിടക്കുകയാണ് കേട്ടോ. പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം അത് കുറച്ച് നോക്കണം. ആറ്റം ആ ഒരു രീതിക്ക് നോക്കി, പക്ഷേ നമ്മുടെ മൂലകങ്ങളും വർഗ്ഗീകരണം എന്ന് പറഞ്ഞ പോർഷൻ അത് പെൻഡിങ് ആയിട്ട് കിടക്കും. കുറച്ച് വലിയ പോർഷൻ ആയതുകൊണ്ട് അത് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം ഇത്രയൊക്കെയാണ്. അപ്പം ഞാൻ ഒട്ടും നോക്കാത്ത ഏരിയ എന്ന് പറഞ്ഞാൽ ജോഗ്രഫിയുടെ ഏരിയ നോക്കിയിട്ടില്ല. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏകദേശം കുഴപ്പമില്ലായിരിക്കും. പിന്നെ ബയോളജിയും വലിയ ഇഷ്യൂ ഇല്ല. അപ്പം നമ്മുടെ ജോഗ്രഫിയാണ്, അത് കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, അത് രണ്ടും നോക്കിയിട്ടില്ല. അതാണല്ലോ മെയിനായിട്ടുള്ളത്. വേൾഡ് ജോഗ്രഫി ഇതിനില്ല, 10th പ്രിലിംസിൽ ഇല്ല. അപ്പോൾ അത് രണ്ടും നോക്കാൻ കിടക്കുവാണ്. ബാക്കിയൊക്കെ ഇങ്ങനെ നോക്കി വരുന്നു. പിന്നെ മാത്സ് കുറച്ച് പുറകോട്ടായിപ്പോയി. മാത്സ് ഇപ്പം നോക്കുന്നില്ല. മാത്സിൻ്റെ എല്ലാത്തിൻ്റെ നോട്ട്സ് ഞാൻ നമ്മുടെ ജെറിൻ സാറിൻ്റെ ക്ലാസ് വെച്ചിട്ട് എല്ലാത്തിനും നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്, അതൊന്ന് റിവൈസ് ചെയ്യണം. മാത്സ് റിവിഷൻ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയില്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് എക്സാം ഹോളിലിരുന്ന് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടത്തില്ല. പ്രത്യേകിച്ച് ക്ലോക്ക് സിമ്പിളായിട്ടുള്ള കാര്യമാണ് ക്ലോക്ക് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ക്ലോക്ക് നമ്മൾ പഠിച്ചാലും ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇരിക്കുമ്പോൾ നമുക്ക് ആ ഇക്വേഷനൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നെ സംബന്ധിച്ച് അങ്ങനെ കേട്ടോ, ഞാൻ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ ഉള്ളൂ എനിക്ക് ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ 2024 തീരുവാണല്ലോ. നമ്മൾ 2025 വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കുവാണ്. ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കണമെന്നുണ്ട്, അതുപോലെ ഒരു ജേർണലും ഉണ്ടാക്കണമെന്നുണ്ട്. ഇതൊക്കെ പ്ലാനിങ് ആണ് കേട്ടോ. അതുപോലെ 2024 എനിക്ക് കുറച്ച് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ്, ചെറിയ ഹോബീസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഒരു കാര്യമാണ് കേട്ടോ, പേരൻറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതൊക്കെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സാഹിത്യം കുറച്ച് ഞാൻ ബുക്കൊക്കെ വായന കുറച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് 2025 കൂട്ടണം എന്നൊരാഗ്രഹമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പടം കണ്ടു കേട്ടോ, വാത്സല്യം. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചപ്പോൾ കണ്ടാണ്. നമ്മുടെ വൈബൊക്കെ ഇച്ചിരി സ്ലോ ആയിട്ടിരിക്കുമ്പോൾ ഒരു പഴയ പടമൊക്കെ കണ്ടാൽ എൻ്റെ വൈബൊക്കെ ഇച്ചിരി ഒന്ന് ഓണാവും. അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും പഠിക്കാമായിരുന്നു. ഈ സമയത്ത് പഠിക്കുന്നത് വെച്ചാൽ രാവിലത്തെ പോർഷൻ്റെ ബാക്കിയും പിന്നെ PK ക്ലാസ്സസിൻ്റെ കുറച്ച് പോർഷനും പഠിക്കാനുണ്ടായിരുന്നു, അതാണ്. അപ്പോൾ PK ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും ആർക്കെങ്കിലും അവരുടെ സെക്കൻഡ് ബാച്ച് ഇപ്പോൾ തുടങ്ങുന്നുണ്ട് കേട്ടോ. അത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, പക്ഷേ ഞാൻ അവരുടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു ക്ലാസ് ഒരു മണിക്കൂറൊക്കെ കാണും. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്. ഡിഗ്രി ലെവലിന് വേണ്ട ആ ഒരു അത്രയ്ക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ്. പക്ഷേ നമുക്ക് നല്ല ടൈം വേണം കേട്ടോ അത് എഴുതിയെടുക്കാനും. അതുപോലെ ചിലപ്പം 1-2 തവണയൊക്കെ കേട്ടാൽ പഠിക്കാനൊക്കെ ഇച്ചിരി പാടാണ്. നമ്മളതിൻ്റെ കൂടെ എഴുതിയെടുത്താലൊക്കെ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നല്ല ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റിയിലുള്ള മെറ്റീരിയൽ ഉണ്ട്, പക്ഷെ അത് പഠിച്ച് തീർക്കാൻ നല്ല ടൈം വേണം. ഞാൻ ആർക്കെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ സെക്കൻഡ് ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ടെലഗ്രാമിലൂടെയൊക്കെ അന്വേഷിച്ചാൽ അതൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം താങ്ക് യു സോ മച്ച്.